ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവചന വെളിച്ചമെന്ന അനുഗ്രഹീതമായ പരിപാടിയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 3 പ്രത്യേകതകൾ ക്രിസ്തു പഠിപ്പിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാർക്കായി ക്രിസ്തു നൽകുന്ന ഒരു പ്രബോധനമാണ് ഇതെങ്കിലും അത് ബൈബിൾ വായിക്കുന്ന, ബൈബിളിലൂടെ യാത്ര ചെയ്യുന്ന ഏവർക്കുമായി ക്രിസ്തു നൽകുന്ന വലിയൊരു സന്ദേശമാണ്. ആരെങ്കിലും ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ ഒന്നാമത്തേതായി അവൻ ചെയ്യേണ്ടത് തന്നെ പരിത്യജിക്കുക എന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തിൻ്റെ സ്വാർത്ഥതകളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈഗോ എല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി മാറ്റി നിർത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തേതായി തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് കുരിശെടുക്കുക എന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി മാറ്റി നിർത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തേതായി ഉണ്ടാകേണ്ടത് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്തു നടന്ന പാതയിലൂടെ നടക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. സ്നേഹമുള്ളവരെ, ഈ പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളായി മാറട്ടെ. ഈ നോമ്പുകാലം ക്രിസ്തുവിനോടൊരുമിച്ചുള്ള ഒരു യാത്രയായി മാറട്ടെ. ആയതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആകയാൽ നടുന്നവനും നനയ്ക്കുന്നവനും മാത്രമല്ല, പിന്നെയോ വളർത്തുന്നവനായ ദൈവം മാത്രമാണ് എല്ലാം. 1 കൊരിന്ത്യർ 3:7.